എല്ലാവർക്കും ഉള്ള ഫ്രൂട്ട്സ് എല്ലാം സ്റ്റോർ റൂമിൽ വന്ന് അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കുകയാണ് അനീഷ്. ഒരാൾക്ക് 4 ആപ്പിൾ വെച്ച്, അതേ കണക്ക് 3 പഴം വെച്ച്, അങ്ങനെ ഓരോ മാതളം നാരങ്ങ എല്ലാം ഉണ്ട്. എല്ലാം ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വീതിക്കുകയാണ്. അപ്പം അനുമോളുടെയും ആദിലയുടെയും നൂറയുടെയും ഒന്നിച്ചെടുത്ത് വെച്ച് നൂറ. ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഒരു ചെക്ക് ഉണ്ടായിരുന്നു. ഒരു 15,000 രൂപയുടെ ചെക്ക് അത് നിവിൻ എടുത്ത് വെച്ചിരുന്നു. ബിഗ് ബോസ് അന്നേരം പറയുന്നത് ഈ കാശും വിന്നറുടെ കാശിൽ നിന്നാണ് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു. ആ ചെക്ക് അക്ബറിന് കൈമാറാൻ നിവിനോട് പറയുന്നത്. നിവിൻ പറയുന്നത് എന്തുവാണ് ബിഗ് ബോസ്, എനിക്കിപ്പോൾ ഒരു സംശയമുള്ളത്, ഇനി ഈ ടൈറ്റൽ വിന്നർ ഞാനാകുമോ? വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തായാലും താങ്ക്സ് ബിഗ് ബോസ്, ഞാനിത് അക്ബറിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ പൈസ അക്ബറിന് കൊടുക്കുകയാണ് ചെക്ക്. അത് കഴിഞ്ഞിട്ട് അവരോരോ ഫ്രൂട്ട്സ് എല്ലാം എല്ലാവരും എടുത്തുകൊണ്ട് പോയി അനീഷിൻ്റെ ബോക്സിനകത്ത് തന്നെ വെച്ചിട്ട് അനീഷ് അങ്ങോട്ട് പുറത്തോട്ട് പോവുകയാണ്. 4 എണ്ണം ബാക്കിയുണ്ടായിരുന്നു. അത് കോമൺ ആയിട്ട് എടുക്കുന്ന പറഞ്ഞിട്ട് വേറൊരു ബോക്സിനകത്തും വെച്ചിട്ട് അനീഷ് പുറത്തോട്ട് പോകുന്നത്. അനീഷ് പുറത്തോട്ട് പോയപ്പോൾ നൂറ പറയുന്നത് ഇതെല്ലാം കൂടെ ഇനി എവിടെ കൊണ്ട് വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിന്ന് സംസാരിക്കുമായിരുന്നു ആദിലയെടുത്ത്. നിവിൻ കാണിച്ച എന്ത് വൃത്തിയായിട്ട പരിപാടിയാണെന്ന് ആദില പറയുന്നത്. അത് പിന്നെ അപ്പം നൂറ പറയുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട, അത് അയാളുടെ ഗെയിം, നമുക്കുള്ളത് നമുക്ക് കിട്ടും. അത് അയാൾ അക്ബറിന് കൊടുത്തില്ലേന്ന് ആദില പറയുന്നത്. അപ്പം നൂറ പറയുന്നത് അയാളുടെ ഫ്രണ്ടല്ലേ, അപ്പോൾ അയാൾക്കല്ലേ കൊടുക്കത്തുള്ളൂ, നമുക്കുള്ളത് മതി എന്ന് പറയുന്നു. എന്നിട്ട് നൂറ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അനീഷിൻ്റെ ബോക്സിനകത്ത് നല്ലൊരു ആപ്പിൾ എടുത്തിട്ട് ഇത് തിരിച്ച് നൂറയുടെ ബോക്സിൽ കിടന്ന ഒരു ആപ്പിൾ എടുത്ത് അതിനകത്തോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ ചോദിക്കുന്നത് നീ ഇപ്പോൾ എന്തോ ചെയ്തതെന്ന് ചോദിക്കാൻ പറയുന്നത്. അല്ല മറ്റേത് പഴയതാണ് അതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ടേന്ന്. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് 4 എണ്ണം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇടാതെ അനീഷിൻ്റെ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് പറയും ഇതിനി എവിടെ കൊണ്ടാണ് ഒളിച്ച് വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ആദ്യം ആ ബോക്സിനകത്ത് എല്ലാം വെക്കുന്നതിന് മുമ്പേ എല്ലാം നോക്കിയെടുത്തത്, ഏറ്റവും നല്ലത് നോക്കിയെടുത്തത് തന്നെ നൂറയാണ്. അനീഷ് ഇതൊന്നും നോക്കില്ല, എല്ലാവർക്കും 4 വീതിച്ച് കൊടുത്തിട്ട് തൻ്റെ പങ്കെടുത്ത് തൻ്റെ ബോക്സിനകത്ത് വയ്ക്കുന്നു. അനീഷ് ഇതൊന്നും അറിയുന്നില്ല, തൻ്റെ പങ്കും എടുത്തുകൊണ്ട് പോവുകയാണ് അനീഷ്. കോമണറുടെ എടുത്ത് താണ്ടി ഇത് 4 എണ്ണം കോമണറുടെ ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നൂറയുടെ ആദിലയുടെയും അനുമോളുടെയും കൂടെ എടുത്ത് ഒരു ബോക്സിനകത്തിട്ടിട്ട് അതും കൊണ്ടുപോകുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം, മൊത്തം സാധനങ്ങൾ തിരിഞ്ഞെടുത്ത ഒരാളാണ്. എന്നിട്ട് ഒരാളുടെ അകത്ത് ആ പഴയത് കൊണ്ടിട്ടിട്ട് പുതിയതാണെന്നും പറഞ്ഞ് മാറ്റിയെടുക്കുന്നു. അവർക്ക് കഴിക്കാൻ പറ്റാത്ത പഴയ എന്താ അനീഷ് കഴിക്കണോ? എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? കൊള്ളത്തില്ലെങ്കിൽ എടുത്ത് കളയണം. 4 എണ്ണം വീതം കിട്ടിയില്ലേ, ഒരെണ്ണം കളഞ്ഞാൽ എന്താ, പോട്ടെന്ന് വെക്കണം. ചീത്തയായെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴല്ലേ അറിയത്തുള്ളൂ അത് ചീത്തയായെങ്കിൽ. അന്നേരം കളയണം. അല്ലാതെ ഒരാടെ അതിനകത്ത് കൊണ്ടുവയ്ക്കുന്ന അയാളെന്താ പഴയത് കഴിക്കാനിരിക്കുകയാണ്.